സ്റ്റെയർ കേസിലെല്ലാം മാറ്റം വരുത്തി ഒരു കണ്ടംപററി ഹൗസാക്കി. മുമ്പ് ഈ സിറ്റ് ഔട്ടിൽ 2 പില്ലറൊക്കെ ഉണ്ടായിരുന്നില്ല, അത് വെറുതെ ഷോയ്ക്ക് വെച്ചിരുന്നതാണ്. സ്ട്രക്ചറൽ മെമ്പേഴ്സ് ഒന്നുമല്ല. അപ്പോൾ അതൊക്കെ നമ്മളെടുത്ത് മാറ്റിയപ്പോൾ സിറ്റ് ഔട്ട് കുറച്ച് രസമായി. ഉള്ളിലെ സ്പേസ് രസമാകാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തു നിന്നുള്ള ഡോർ എടുത്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ചു. അപ്പോൾ ഉള്ളിലെ ഫർണിഷിങ് നന്നാവും. ഇവിടെ ചെറിയ റൂംസ് എന്നുള്ള ഫീൽ ഉണ്ടായിരുന്നു, അത് മാറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വാൾ ഉണ്ടായിരുന്നേ, അത് മാറ്റി. ഇവിടുത്തെ വാൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. സ്റ്റെയർ മുമ്പ് ഇങ്ങനെ വന്നിട്ട് തിരിഞ്ഞാണ് കയറിയിരുന്നത്. എന്താ അപ്പുറത്തെ സൈഡിലായിരുന്നു. അപ്പോൾ അത് സ്റ്റെയറിൻ്റെ അലൈൻമെൻറ്റ് നമ്മൾ അവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് കയറി പോകുന്ന രീതിയിലേക്ക് ആക്കിയപ്പോൾ ഡ്രോയിങ് റൂമിനകത്ത് ആ സ്പേസ് മുഴുവൻ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഒരു പൂജാമുറി വരാനുണ്ട്. അത് കഴിയുമ്പം ഈ ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഓപ്പൺ കിച്ചണിലേക്ക് ഡ്രോയിങ് റൂമിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ഇവിടെ എല്ലാം ഉണ്ടായിരുന്ന അതേ സ്പേസ് തന്നെയാണ് നമ്മൾ റീയൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നേരത്തെ കിച്ചൺ അവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ അപ്പുറത്ത് വർക്ക് ഏരിയ ഉണ്ട്. അത് രണ്ടും കൂടി ചേർത്ത് ഒരുമിച്ചാക്കുകയും അപ്പുറത്ത് പുതിയ വർക്ക് ഏരിയ എടുക്കുകയും ചെയ്തു. ഇത് മുമ്പ് കോമൺ ടോയ്ലറ്റ് ആയിരുന്നു. അപ്പോൾ ഈ സ്പേസ് നമ്മൾ ഇപ്പുറത്തെ ബെഡ്റൂമിൻ്റെ ഭാഗമാക്കിയപ്പോൾ ഈ ബെഡ്റൂമിന് അത് അറ്റാച്ച്ഡ് ടോയ്ലറ്റായി. സ്റ്റെയർ കയറി മുകളിൽ ചെല്ലുമ്പോഴും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഈ സ്പേസ് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു വലിയ ഹാളായിട്ട് മാറി. ഇവിടെ മുതൽ അങ്ങറ്റം വരെ കിടന്നിരുന്ന സ്പേസാണ്. അതിനകത്ത് ഒരു ബാൽക്കണി ആക്കാനായിട്ട് ആ ചെറിയ സ്പേസ് മാത്രം ആക്കിയിട്ട് ബാക്കി സ്ഥലം മുഴുവനും ഫസ്റ്റ് ഫ്ലോറിൽ നല്ല വലിയൊരു ലിവിംഗ് റൂമാക്കി മാറ്റി. ഇവിടെ പഴയൊരു FF കിച്ചൺ ആയിരുന്നു. അപ്പോൾ അതിനെ നമ്മളൊരു റൂമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള ഡോർ മാറ്റി അതിങ്ങനെ കോമൺ സ്പേസിനകത്ത് നിന്നാക്കി. ഇവിടെ താഴെയായിട്ട് ഒരു വർക്ക് ഏരിയയുടെ ഷീറ്റ് റൂഫ് വരാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ സ്ലോപ്പിംഗ് റൂഫിനെ കൊണ്ടുവന്ന് ഇവിടെ പുതിയ ഫ്ലാറ്റ് റൂഫൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ഇടയിലത്തെ വാൾസ് എല്ലാം കൂടി കട്ട് ചെയ്ത് അതൊരു രസകരവും കലാപരവുമായിട്ടുള്ളൊരു ജോലിയാണ്. അത്രയും ലോഡുള്ളത് കൊണ്ട് തന്നെ താഴെ മുതലേ നമ്മളൊരു കോൺക്രീറ്റിൻ്റെ പില്ലർ കൊണ്ടുവന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ. പഴയ വീടിന് പുതിയ മുഖം. ആർക്കിടെക്ട് ശ്യാം. റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിലും കർണാടകത്തിലും ഉണ്ട്.